മാനവരാശിയുടെ തുടക്കം മുതൽ ഭാരതീയർ ഔഷധസസ്യങ്ങളെ ഫലപ്രദമായി രോഗനിവാരണങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു. എന്നാൽ അശാസ്ത്രീയമായ സംഭരണവും മോഡേൺ മെഡിസിന്റെ കടന്നുകയറ്റവും കാരണം ഔഷധസസ്യങ്ങൾ ആരോഗ്യ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന പ്രസക്തി കുറഞ്ഞുവന്നു. വനങ്ങൾ ശോഷിച്ചത് കാരണം അത്ഭുതസിദ്ധിയുള്ള പല സസ്യങ്ങളും വംശനാശത്തിലേക്ക് നീങ്ങി. ഈ അവസ്ഥയെ അതിജീവിക്കുന്നതിനായി പുതുതലമുറയ്ക്ക് ഔഷധസസ്യങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നാഗാർജുന ആയുർവേദ കേരളത്തിലെമ്പാടും ഔഷധസസ്യ ബോധവൽക്കരണ പരിപാടികൾ, ഔഷധസസ്യത്തോട്ടം, ഔഷധസസ്യ വിതരണം തുടങ്ങിയ പല പ്രവർത്തനങ്ങളും നടത്തിവരുന്നു. വിദ്യാലയങ്ങളിൽ ഔഷധോദ്യാനം പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം വിദ്യാലയമുറ്റത്ത് ഔഷധസസ്യം നട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ നിർവഹിച്ചു. കൈരളി ജംഗ്ഷനിലെ പൊളിഞ്ഞു വീഴാറായ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിച്ച് ഉപയോഗയോഗ്യമാക്കി നൽകാമെന്ന് മന്ത്രി വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകി. ചടങ്ങിൽ നാഗാർജുന ആയുർവേദ സീനിയർ സെയിൽസ് മാനേജർ K. ശ്രീകുമാർ, നാഗാർജുന അഗ്രികൾച്ചർ മാനേജർ ബേബി ജോസഫ്, പരിസ്ഥിതി പ്രവർത്തകൻ സേതുനാഥ് മലയാലപ്പുഴ, സ്കൂൾ മാനേജർ GS സജികുമാർ, പ്രിൻസിപ്പൽ സിന്ധു S, PTA പ്രസിഡന്റ് മനേഷ്, സ്കൂൾ ഹെഡ് ബോയ് കാളിദാസ് VP, ഹെഡ് ഗേൾ കാവ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.